സർല എന്റെ അടുത്ത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇഗ്നോർ ചെയ്തില്ലേ. ബിഗ് ഡീൽ കോച്ച് ടു ബോസ്റ്റ് അബൌട്ട്, മനസ്സിലായോ? യെസ്. അപ്പൊ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്ന് എന്റെ അടുത്ത് പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്യേ, ഞാൻ നോ പറഞ്ഞേ ജോക്കി പറഞ്ഞോണ്ട് അതൊന്നും വലിയ കാര്യമല്ല. ഗ്രോപ്പ് മാൻ, ഗ്രോപ്പ്. കണ്ടോ വാസുവിനെ കണ്ടുപിടി, വാസുവിനെ കണ്ടുപിടി. പെണ്ണില്ല, ഗ്യാങ്, അണ്ടി, പണം, ഇത് മാത്രമേ ഉള്ളവന്. അങ്ങനെയാണ് വളർത്തിയേക്കുന്നത്, മനസ്സിലായോ? ഗ്യാങ് കണ്ടി പണം, ഗ്യാങ് കണ്ടി പണം, എവിടെ പോയാലും ഗ്യാങ് കണ്ടി പണം. ഗ്യാപ്പാണ് അവന്റെ ജീവിതം. കശുവണ്ടി എടുത്തെടുത്ത് പറയണ കേട്ടോ, അല്ലെങ്കിൽ ആൾക്കാര് ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കും. ഈ ഏബൽ എന്ന് പറയുന്ന ഒരുത്തിന്റെ അടുത്ത് നമ്മള് വലിയ കശുവണ്ടി തൊഴിലാളിയാണെന്ന് പറഞ്ഞിട്ട് ഏബൽ വന്ന ഏബലിന്റെ അടുത്ത് വീട്ടിൽ ഗ്യാങ് ഹൗസ് വന്നപ്പോ ഞാൻ ഏബലിന്റെ അടുത്ത് പറഞ്ഞു, എടാ അണ്ടി പരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ. അവന് അവിടെ ഒരണ്ടി പോലും ഇല്ല. എവിടെ ഗ്യാങ് ഹൗസിൽ ഒരണ്ടി പോലും ഇല്ല. ഗ്യാങ് ഹൗസിൽ നമ്മൾ വെക്കാറില്ല ജോക്കി, കാരണം ഉണ്ടല്ലോ ഇപ്പം ഗ്യാങ് ഹൗസിൽ നിന്ന് കുറെ സാധനങ്ങൾ മോഷണം, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലായിരുന്നത്. അതിനുശേഷം ഗ്യാങ് ഹൗസിൽ ഒരു സാധനങ്ങളും വെക്കാറില്ല, മനസ്സിലായ? അപ്പം കോച്ച് ഞാൻ പറഞ്ഞ കണക്ക് ഈ ഗ്യാങ് അണ്ടി പണം ഇത് മാത്രമേ നമുക്ക് പാടുള്ളൂ ഫോക്കസ്. കോച്ച് അണ്ടി ഫാക്ടറിയുടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ കോച്ചിന്? അപ്പൊ കോച്ചിന് ഗ്യാങ്ങും പണവും മാത്രം മതി. ഗ്യാപ്പ് ഗ്യാങ് ഗ്യാപ്പ് ഇത് കൊള്ളാം കേട്ടോ വണ്ടി. വാജോക്കെ തവളയാണോ ജോക്കി? അത്രേ ഉള്ളൂ. ഹലോ, ഹലോ കേക്കാവോ? നമസ്കാരം. പരിന്തോഷല്ലേ? അതെ അതെ, കെ വരാൻ പറഞ്ഞായിരുന്നു. ഇതായത് ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ഗോഡ് ഫാദർ ആണ്. അല്ലല്ല, അത് പുള്ളി ആക്ച്വലി അത് സഹോദരങ്ങളെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു വരവായതുകൊണ്ട് തന്നെ കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ. അപ്പൊ ഇതൊന്ന് ഊരിക്കളഞ്ഞിട്ട് ഗ്യാങ് ഡ്രസ്സിലോട്ട് മാറാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ വരണോന്ന് പറഞ്ഞത് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഗോഡ് ഫാദറിനെ ഇതിനൊന്നും കൊണ്ടുവരാത്തത്. അപ്പൊ ഇങ്ങനെ സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഗോഡ് ഫാദറിനെ നമ്മള് കൊണ്ടുവന്നത്. പിന്നെ വരുന്നില്ലേ ഷട്ടറൊക്കെ ഇട്ടിരിക്കുന്നത്. അതെ, പണ്ട് മീറ്റ് അവർ ഗോഡ് ഫാദർ ജോക്കി. പേരെന്താണ്? മൈസെൽഫ് കടുവ കുര്യാച്ചൻ. പീപ്പിൾ കോൾസ് മീ കെ. ഓ, കടുവ കുര്യൻ. കുര്യാച്ചൻ വിളിച്ചു. അത് മളാത്തിയായിരിക്കും. പക്ഷെ അല്ല, ഇത് അത് വൈഫാണോ? അതല്ലല്ലോ. ഇതെല്ലാം മിസ്റ്റർ എക്സിൽ തന്നെ സ്റ്റാഫുകളാണ് ജോക്കി. അപ്പൊ മിസ്റ്റർ എക്സ് അല്ല കെ എന്ന് വിളിച്ച് കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ ഞങ്ങള് ഇതിനകത്തോട്ട് ധൃതി പിടിച്ച് ഇത്ര ഒരു സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഗോഡ് ഫാദറിനെയും കൂടെ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പുള്ളി കളർ ഡ്രസ് ഇട്ടിരുന്നത്. അപ്പൊ അത് നിർബന്ധം അറിഞ്ഞില്ല കേട്ടോ, അതുകൊണ്ടാ. ഓക്കെ, അപ്പം
ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഗണ്ണ് വെളിയിൽ പോകുന്ന കാര്യത്തെ പറ്റി നമ്മളൊരു എൻക്വയറി നടത്തിയായിരുന്നേ. Okay. എൻക്വയറി നടത്തിയപ്പം നമുക്ക് കുറച്ച് ആൾക്കാരുടെ പേര് ലിസ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ അന്ന് കേക്കയുടെ അടുത്തായിരുന്നു ഞങ്ങൾ അന്ന് ഡീല് സംസാരിച്ചത്. I think കിലോ സംസാരിക്കുമ്പോൾ ഇല്ല. അല്ല ഓക്കെ ഫസ്റ്റ് സംസാരിക്കുമ്പോൾ രണ്ടാം സംസാരിച്ചപ്പം ഗോസ്റ്റ് ഗോസ്റ്റ് എന്നോ അങ്ങനെ എന്തോ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മളൊരു ഡീൽ ഓൾറെഡി അന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് എൻക്വയറി ചെയ്ത് ഞങ്ങൾ പ്രോപ്പറായിട്ടൊരു ഇത് തരാം. അപ്പോൾ ഇൻ കേസ് ടി വി ഗ്യാങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗണ്ണ് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു വട്ടത്തേക്ക് ഒരു ഇതായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സോ ഞങ്ങളിപ്പോൾ എൻക്വയറി ചെയ്തപ്പോൾ നമ്മുടെ ടി വിയുടെ സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാങ്ങുകൾ ഗൺസ് പോയിട്ടുണ്ട്. ഗൺസ് പോയത് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗൺസ് നമ്മൾ സിറ്റിസൺസിന്റെ കയ്യിൽ വിറ്റിട്ടില്ല. പോയത് മൊത്തം ഗൺസ് നമ്മൾ കൊടുത്തത് ഈ സിറ്റിയിൽ TG എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അവർക്ക് നമ്മൾ ഒരു വട്ടം ഒരു 15 ഗണ്ണ് കൊടുത്ത് അവരാ ആ 6 തോറ്റ് അന്ന് തന്നെ ആ ഗണ്ണ് മൊത്തം സിറ്റിയിൽ നിന്ന് പോയി. ഇത് കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടെ നമ്മളൊരു 15 ഗണ്ണ് വീണ്ടും കൊടുത്ത് ഈ 15 ഗണ്ണ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ നമുക്കെതിരെ തന്നെ വാറിന് വന്ന് നമ്മൾ തന്നെ അടിച്ചിട്ട് ആ ഗണ്ണും പോയി. ഭയങ്കര ഐശ്വര്യമുള്ള ഗണ്ണ് മേടിച്ചു. അങ്ങനെ അടിക്കാറിയാഞ്ഞിട്ടല്ല, ടിവിയുടെ കയ്യിൽ നിന്ന് 2 വട്ടം ഗൺസ് പോയി 30 ഗണ്ണ് പോയത് മൊത്തം ഈ ഇവിടുന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഓഫ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ടിവിയുടെ ഗൺസ് ഒന്നും സിറ്റിസൺസിന്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ എൻക്വയറിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഒരു ഫസ്റ്റ് പേര് എന്ന് പറയണത്, അതായത് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സിറ്റിസൺസിൻ്റെലേക്ക് ഗൺ എത്തുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ പുള്ളിക്ക് കുറെ ബിനാമികളുണ്ട്. ആളെന്ന് പറയണത് ഒസാമയാണ്. ഒസാമ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ. ഞാൻ മിസ്റ്റർ എക്സ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുമല്ല, ഞാൻ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇത്രയും ദിവസം അതിന്റെ പുറകിലായതുകൊണ്ട് പറയുകയാണ്, പുള്ളി ഒരു സൈലന്റ് കില്ലറാണ് നമ്മുടെ സിറ്റിയിലെ. ശരിക്കും പറയാം മിസ്റ്റർ കെ, നിങ്ങളൊക്കെ നമുക്ക് ആർക്കും ട്രേസ് ഔട്ട് ചെയ്ത് പോകാൻ പോലും പറ്റാത്ത രീതിയിലത്തെ ഒരു പുള്ളി ഭയങ്കര സിമ്പിളായിട്ട് ഒരു കോമൺ മാനിനെ പോലെ നമ്മുടെ എല്ലാം ഇടയ്ക്ക് നടക്കുന്നുണ്ട്. മുതുക്കിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു ഇവന്റിലായിക്കോട്ടെ, എല്ലായിടത്തും ഒസാമയുടെ സാന്നിധ്യമുണ്ട്. എല്ലാവരും പുള്ളിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പുള്ളി എല്ലാ ഫങ്ഷൻസിനും വരാറുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഒന്ന് ക്ലോസ് ആയിട്ട് ഒസാമയെ വാച്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി ഒരു നോർമൽ സിറ്റിസണോ നോർമൽ ആയിട്ടുള്ള ഒരാളോ അല്ല. ഒസാമയ്ക്ക് ഇവിടുത്തെ കോണ്ടാക്ട്സ് വലുതാ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ടി വിക്കകത്തു നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പെർട്ടിക്കുലർ ഒരു സിംഗിൾ ഗ്യാങ്ങിൽ നിന്ന് മാത്രമൊന്നും അല്ല ഈ ഒസാമയുടെ കയ്യിൽ ഗണ്ണ് കിട്ടുന്നത്. ഈ ഒസാമ ഗൺ സോഴ്സ് ചെയ്യുന്നതിൽ ഒരുപാട് ഗ്യാങ്സിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അത് ഒസാമ എനിക്ക് ഇപ്പോഴും ഉറപ്പ് തരാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സിറ്റിസൺസിന് ഒസാമ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് ഒട്ടും അറിയത്തില്ല. പക്ഷേ ഗ്യാങ്സ് നല്ല രീതിയിൽ ഒസാമയുടെ അടുത്ത് നിന്ന് ഗൺസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കാര്യം, സിറ്റിസൺ ആയിട്ട് ഉള്ള ആൾക്കാരിൽ ഒരാളെ ഗണ്ണ് വിൽക്കുന്ന ഒരാളെ പിടിച്ചാലും ഈ ഒസാമയുടെ പേരിലേക്ക് അവൻ എത്തത്തില്ല. അത്രയും ലോയലാണ് ഒസാമയുടെ കൂട്ടത്തിലുള്ള എല്ലാവന്മാരും. ഒസാമയ്ക്ക് ഇവിടെ കുറെ പ്രോപ്പർട്ടീസും കുറെ ബംഗ്ലാവും കുറെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൻഡ് ഇതിന്റെയൊക്കെ സോഴ്സും ഇൻകം സോഴ്സസും കാര്യങ്ങളൊന്നും ഒസാമ ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കുമ്പം കുഴപ്പമില്ല. സ്ട്രെസ്ഡ് ആണല്ലേ. ഓക്കെ, ഒസാമയുടെ ബാക്കി ഇതൊന്നും നമുക്ക് ഇതുവരെ, അതായത് എനിക്ക് എല്ലായിടത്തും ചോദിക്കുമ്പോൾ ഒസാമയ്ക്ക് ബിസിനസ്സാണ്. ഈവൻ ദ ഒസാമയുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചാലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒസാമയെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഒസാമയെ പിടിച്ചുകൊണ്ട് പോയി മണി ടഫിനകത്തിട്ട് ഞാൻ ഒസാമയെ ടോർച്ചർ ചെയ്തിട്ട് പോലും ആൾക്കൊരു ട്രിഗർ പോയിന്റ് പോലും ഇല്ല. 0 ട്രിഗർ. ഇജാതി പേഷ്യൻസ് ഉള്ള ഒരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു അങ്ങേരുടെ ഈ കള്ളത്തരത്തിൻ്റെ ഒക്കെ
ഫേസ് പോലും അങ്ങേരുടെ ഈ ഒരു പേഷ്യൻസാ. ഞങ്ങളത് 2 വട്ടം ട്രൈ ചെയ്തു ആൻഡ് കുറെ വട്ടം ഒസാമയെ ക്ലോസ് വാച്ച് ചെയ്ത് ഒന്നും നോക്കില്ല. ഇതിനെല്ലാം ഇതില് ഞങ്ങൾ ഇത് എൻക്വയറി ചെയ്ത് വന്നപ്പം കണക്റ്റഡ് ടു ചന്ദ്രബോസിനുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രബോസിന്റെ സൈഡിൽ നിന്നാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഗണ്ണ് വെളിയിൽ പോയത്. ഈ വെളിയിൽ പോയ ഗണ്ണ് 2 വട്ടവും ഗാങ്സിനാണ്. അത് ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു സംഭവം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആൻഡ് ചന്ദ്രബോസിനെ ഞാൻ ടിവിയുടെ കോ ലീഡർ സ്ഥാനത്തു നിന്ന് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മിസ്റ്റർ എക്സിന് അത്രയും വാല്യൂ തരുന്നുണ്ട്. സോ മിസ്റ്റർ എക്സിനെ പോലത്തെ ഒരാൾക്കാർക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനെതിരെ പ്രവർത്തിച്ച എൻ്റെ ഒരു ഗ്യാങ് മെമ്പർ എന്ന് പറയുമ്പോൾ ആസ് എ ലീഡർ, ആസ് എ ഗോഡ് ഫാദർ, ഞങ്ങളെടുത്തൊരു ഡിസിഷനാണ് ചന്ദ്രനെ കോ ലീഡർ സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്യാന്നുള്ളത്. ആൻഡ് അവന് ഓൾറെഡി മനസ്സിലായി ചെയ്തത് മിസ്റ്റേക്കാണ്. ആൻഡ് അത് ഒരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്യത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ടിവിയുടെ സൈഡിൽ നിന്ന് ആക്ച്വലി ഇപ്പോൾ വെളിയിൽ സിറ്റിസൺസിനും കണ്ണ് പോയിട്ടില്ല. പക്ഷേ ഉറപ്പാണ് നമ്മൾ സീരിയൽ നമ്പർ എല്ലാം വെരിഫൈ ചെയ്തതാണ്, സീരിയൽ നമ്പേഴ്സ് എല്ലാം വെരിഫൈ ചെയ്തതാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കുറച്ച് നമ്മൾ സീരിയൽ നമ്പേഴ്സിൻ്റെയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കെക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒസാമയുടെ കയ്യിലിരിക്കുന്ന ഗൺസിന്റെ സീരിയൽ നമ്പർ വെരിഫൈ ചെയ്തപ്പോഴും ടി വിന്ന് ഉള്ള ഗൺസിന്റെ ഇതല്ല. ഒസാമയുടെ കയ്യിൽ നിന്ന് ഒരു ഗണ്ണ് നമ്മുടെ ഒരാളെ കൊണ്ട് നമ്മളൊരു ഗണ്ണ് വാങ്ങിപ്പിച്ചിരുന്നു. അപ്പോഴും ഈ ഗണ്ണിന്റെ സീരിയൽ നമ്പർ നമ്മുടെ ടി വിയുടെ കൺസൈൻമെന്റിൽ നിന്നല്ല കിട്ടിയിരിക്കുന്നത്. സോ ഒസാമയുടെ കയ്യിലേക്ക് ഈ ഗണ്ണുകൾ ഏതൊക്കെ ഗ്യാങ് വഴിയാണ് എത്തുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും സോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഞങ്ങൾ ഒസാമേനെ ട്രേസ് ഔട്ട് ചെയ്ത് ഒസാമയുടെ അറൗണ്ട് 30 ഗൺസോളം പീഡി കൊണ്ട് പിടിപ്പിച്ചായിരുന്നു. ഓക്കെ ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ ഡയറക്ട്ലി ഒസാമയായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ലെങ്കിൽ കൂടി ഒസാമയുടെ ഡീലിലാണ് നമ്മൾ ഈ ആൾക്കാരെ പിടിച്ചത്. ഓക്കെ, നമ്മൾ ഒസാമയുടെ വീട്ടിലും ഒസാമയുടെ ലോക്കർ സ്പേസ് വരെ നമ്മൾ എത്തിയതാണ്. ഓക്കെ, പക്ഷെ അവിടെ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവാത്തതിന് കാരണം സിറ്റിയിലെ പല ഫാമിലീസും അതിൽ ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്തത്. ബാക്ക് ഓഫ് ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ആയിപ്പോ. മനസ്സിലായി, ശരിയല്ലേ? ഞാൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഗണ്ണ് വെക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ഗാങ്സ് ഒബ്വിയസ്ലി യു ക്യാൻ സെൽ, നോ ഇഷ്യൂസ് ഓൺ ദാറ്റ്. അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ബിസിനസ് നടത്തുന്നത്. അതെ, ഉറപ്പായിട്ടും. പക്ഷേ സിറ്റിസൺസ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചന്ദ്രബോസിന്റെ പേര് പറയാൻ കാരണം പുള്ളിയുടെ മകൻ സൂര്യബോസ് ഓൾറെഡി വൺ ഓഫ് ദ ഗൺ ഡീലറാണ് സിറ്റിയിൽ. ഓക്കെ, അതിൻ്റെ കൂടെ കേട്ട 2 പേരുകളാണ് വൺ മിസ് അലീന ആൻഡ് എലി. എലിയുടെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല കെ. അത് സ്കൂളിന്റെ മറവിൽ ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കുറേ നാൾക്ക് മുമ്പ് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് അവിടെ കഞ്ചാവ് കേസും ഒക്കെ ആയിട്ട് പിടിച്ചിട്ടുള്ളതാണ് ഈ എലിയെ. പക്ഷേ ഈ ചന്ദ്രന്റെ മോൻ എന്നുള്ള കേസിൽ അവൻ ആ ഒരു ഗണ്ണ് ഡീൽ ചെയ്യാന്നുള്ളൊരു കാര്യമല്ല. അവൻ ഈ അച്ഛനെ ഇൻസ്പയർ ആയിട്ട് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അത് ആൾക്കാർ ചില ടൈമിൽ സീരിയസ് ആയിട്ട് എടുത്ത് ഇതാക്കിയിട്ടുണ്ട്. അല്ല, ഇത് പീഡിയിലെ കേസാണ്. പീഡിയിലെ കേസ് ഓൾറെഡി എനിക്ക് അറിയായിരുന്നു. അതായത് ലോക്കൽ ഗാർഡിയൻ ഞങ്ങളാണല്ലോ കെ. അതായത് പുള്ളിയുടെ സൂര്യബോസിന്റെ ലോക്കൽ ഗാർഡിയൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരു 3 ദിവസത്തേക്ക് തെങ്കാശിയിൽ ജല്ലിക്കെട്ടിന് പോയ സമയത്ത് ആണ് സൂര്യബോസിന്റെ ഈ കേസ് ഇവര് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്നെ അപ്പം തന്നെ പി ഡിയിൽ വിളിച്ചായിരുന്നു. പി ഡിയിൽ വിളിച്ചപ്പോൾ ഞാൻ പി ഡിയിൽ പോയി ഓൾറെഡി കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണ്. പക്ഷേ ഗൺ ഡീൽ എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവർക്ക് ഒരു കൺഫർമേഷൻ എത്തിയിട്ടില്ല. ഇത് അറിഞ്ഞതാന്നുള്ള രീതിയിലാണ് അവരും പറഞ്ഞത് നമ്മുടെ അടുത്ത്. അല്ലാതെ പ്രോപ്പറായിട്ട് ഒരു പ്രൂഫോ ഇതൊന്നും ഇല്ലെന്ന് ഓൾറെഡി അന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് വെച്ച് എല്ലാ ഗാങ്സുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് ഈ ഒരു കാര്യത്തിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കൊണ്ടുവരാത്ത പക്ഷം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒസാമയെ പോലത്തെ ആൾക്കാര് നിങ്ങളുടെ ഇല്ലീഗൽ ബിസിനസിന്റെ മുകളിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ഒസാമയെ പോലത്തെ ആൾക്കാരാ.
അവരെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തേ പറ്റുള്ളൂ. ഒരു മിനിറ്റ് സിയോസുനെ ഞാൻ ഓൾറെഡി ഈ ഒസാമ എന്ന് പറഞ്ഞ കിടിലൻ ക്യാരക്ടറാ. ബിസിനസ് ഗൺ ഷോപ്പ് ഉൾപ്പെടെ കുറച്ച് ഇല്ലീഗൽ ബിസിനസ് ഗ്യാങ്സിനും പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻക്ലൂഡിങ് ടി വിയെ നിങ്ങൾക്ക് ഗൺ ഷോപ്പ് കിട്ടി, ലീജിയൻ സ്ക്വയറിലുള്ള ഗൺ ഷോപ്പ് നിങ്ങൾ മേടിച്ചു. ആൻഡ് ആ ഗൺ ഷോപ്പിൽ നിങ്ങൾക്ക് തോക്ക് വിൽക്കുന്നേക്കാളും കുറഞ്ഞ റേറ്റിന് ഒസാമ വിറ്റാൽ ദ ലോസ് ഈസ് ഗോയിങ് ടു എഫക്ട് യു പീപ്പിൾ. അതെ അല്ലേ? ഗൺ ഷോപ്പ് ഉണ്ടോ? അപ്പൊ അതിന് അറുതി വരുത്തുക എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ആവശ്യമാണ്. അതെ അതെ അതെ. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായി. കുറച്ചുകൂടി ഞങ്ങള് ബേസിക്കലി വി ആർ നോട്ട് ഇൻ ടു സോഷ്യൽ. നമ്മളാകെ ഡീൽ ചെയ്യുന്നത് നിങ്ങളായിട്ടാണ് മാക്സിമം. എനിക്കത് മനസ്സിലായി. ഞാൻ അതാ പറഞ്ഞത്, ഈ ഒസാമയെ പോലത്തെ ആൾക്കാർക്കൊന്നും ഇവരൊന്നും ഇവരുടെ ഫോഴ്സിന്റെ സ്ട്രെങ്ത് എന്താണെന്നോ ഇതൊന്നും നമ്മളെ അടുത്ത് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതായത് ഞാൻ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ ഒസാമയെ പിടിച്ചിട്ട് ഞാൻ നിന്നെ കൊന്നുകളയും, ഇതാക്കും, അതാക്കും, നിനക്ക് വിളിക്കാനുള്ള ആൾക്കാരെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ട്രിഗർ ചെയ്ത് പറഞ്ഞിട്ട് പോലും ഒന്നും അവന്റെ വായിൽ നിന്ന് വിട്ടു വീഴത്തുമില്ല, ഒന്നുമില്ല. പക്ഷേ ഒസാമയാണ് ഈ ഗൺസ് വിൽക്കുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു പ്രൂഫും കയ്യിലില്ല. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് വേറെ ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ഇതില് പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് വലുതാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ഗൺ ഷോപ്പ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം എനിക്ക് നേരെ പോയിട്ട് ഒസാമയെ അത്രയും ക്ലോസ് വാച്ച് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് പുള്ളിയെ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഈ പറയണത് പോലെ നേരെ ഇതാണ് ഇത് ഇയാളാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചുമ്മാ പിടിച്ചോണ്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. പുള്ളി അകത്ത് പോയാലും നടക്കാനുള്ള ഡീൽസ് വെളിയിൽ നടക്കും. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് ഫോർ മീ ടു സേവ് മൈ എസ് ഞാൻ ലീഗലി മൂവ് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് മൂവ് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഗാങ്സിന്റെ ആളുടെയും പേര് വരാൻ പാടില്ല. ഓക്കെ. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ അതുപോലെ KVA നിങ്ങൾക്ക് നമ്മളായിട്ട് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ നെയിം അതിൽ വലിച്ച് ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ചാൻസ് തന്നെ. കാര്യം ലീഗലി മൂവ് ചെയ്ത് ഗൺസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മിസ്റ്റേക്സിന് കുറച്ചുകൂടി വാല്യൂ കിട്ടും സിറ്റിയിൽ. എന്ന് വെച്ചാൽ കുറച്ചുകൂടിയും ഗവൺമെന്റ് സപ്പോർട്ട് കൂടുകയുള്ളൂ. ഇല്ലീഗൽ ഡീൽസ് സ്റ്റോപ്പ് ചെയ്തു. ദ ഫാക്ട് ഈസ് ലൈക്ക് നമ്മളാ ചെയ്യുന്നത്, ബട്ട് പീഡിയുടെ മുന്നിൽ നമ്മൾ ഇല്ലീഗൽ ഡീൽസ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു എന്നുള്ള പേര് കിട്ടും. അപ്പൊ എനിക്കുള്ള ചീത്ത പേര് മാറി കിട്ടും. മനസ്സിലായി. അപ്പോൾ ഞാനത് ചെയ്യാത്തത് ഈ പറഞ്ഞ ഇഷ്യൂസ് കൊണ്ടൊക്കെയാണ്. നമ്മൾ പല ഗ്യാങ്ങിലെയും ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ബി റിപ്പീറ്റഡ്. അപ്പോൾ ഒസാമ ഒരു തലത്തിൽ അടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റിങ് ഓപ്പറേഷൻ പിടിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. ഒസാമയെ പിടിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും KK നമ്മളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഞാനും പിള്ളേരും എന്തായാലും ഇവിടെ സിറ്റിയിൽ എപ്പോഴും ഉണ്ടാവും മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ആൻഡ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചന്ദ്രന് ഈ സൈഡിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വിലക്കി ഇപ്പോൾ ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് നിൽക്കുകയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ആരാണെങ്കിലും ഇതുപോലത്തെ ഇൻഫോസ് TVയെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രബോസിനെ അറിയിക്കാതെ എന്നെ നേരിട്ട് അറിയിച്ചാൽ എനിക്ക് കുറച്ചും കൂടി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ നമ്മൾ ഒരു വട്ടം ഇതുപോലെ ഒസാമയെ പിടിക്കാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അന്ന് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു മന്ദാരം എങ്ങടാ ഫോൺ എടുത്ത ആണല്ലേ? ഷേഡ്സ് അന്നാൾ ഒസാമയുടെ വീട്ടിൽ പോയപ്പോ നമ്മള് TVയെ വിളിച്ചു. മന്ദാരമാണ് ഇല്ലല്ല TVയെ വിളിച്ചായിരുന്നു. TV ഡ്രോപ്പ് ചെയ്തില്ല. മന്ദാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേറെ എന്തോ ഇതിലാണ് ഞങ്ങൾ അല്ലല്ല വാസു ഓൺലി അച്ഛൻ്റെ കോൾ. നിങ്ങൾക്ക് എന്തോ വാറുണ്ടെന്നോ സംതിങ് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, വാറാണ്, ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്
ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ 2-3 മനസ്സിലായി months, മനസ്സിലായി. ആ 2-3 ഞങ്ങൾ ആ weeks back. ദിവസം ഒരു സിറ്റുവേഷനിൽ ആയിരുന്നു. അതായിരുന്നു വരാൻ പറ്റാതിരുന്നത് അന്ന്. അതെ അതെ അതെ. കാരണം ഓൾറെഡി ഇല്ലെങ്കിൽ ഇവിടുത്തെ അന്ന് ഇവിടുത്തെ തൂക്കിയേനെ. ഗ്യാങ് റൂൾസ് കേക്കൊക്കെ അറിയാലോ. വൺസ് നമ്മൾ സിറ്റുവേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല അപ്പോൾ അല്ലെ നമ്മൾ അന്ന് തൂക്കിയേനാണ്. അതെ 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 അതെ. അന്ന് കളവും കള്ളമായിട്ട് നമ്മൾ അവിടെ മേലെ അവൻ്റെ വീടിൻ്റെ പാതിക്ക് എത്തുകയാണ്. നമ്മൾ ഫസ്റ്റ് കൺസിഡർ നിങ്ങളെ, പക്ഷെ നിങ്ങളുടെ ഇപ്പോൾ സിറ്റുവേഷനിലായിരുന്നു. ദെൻ വി ട്രൈ ടു കെ വിയിൽ 2 ആളെങ്ങനെ ഉണ്ടായിരുന്നല്ലോ. സെറ്റ് ലൈക്ക് അവർ വരാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് അതിന് ഇടിച്ചു കുത്തി പോകാൻ പറ്റില്ല. വി ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ അത്. ഇനിയൊരു മിഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ KVN TV ഒരുമിച്ച് വരും കേക്കെ. കാരണം ഞങ്ങളുടെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ KV ആയിട്ട് പാസ്റ്റ് കുറച്ച് നാളായിട്ട് നമ്മൾ കുറച്ച് ഇഷ്യൂസിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഞങ്ങളപ്പോൾ അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു വലിയൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബ്രദർഹുഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ഇങ്ങനൊരു ബാക്കി സിറ്റിയിലത്തെ ആക്ടിവിറ്റീസിൽ 2 ഗാങ്സിന് ഒരുമിച്ച് ഇന്റർഫിയർ ചെയ്യാനുള്ള ഇതില്ലല്ലോ. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പം ഞങ്ങളെപ്പോലത്തെ ഗാങ്സ് അല്ലേ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അസറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്. സോ അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പം ഞങ്ങൾ ഗാങ്സ് ഒന്നിച്ച് വരിക എന്ന് പറയുന്നത്, അത് നമ്മൾ TVയുടെ സൈഡിൽ നിന്ന് എനിക്ക് പറയാൻ, ഈ സിറ്റിയിൽ എനിക്ക് പറയാൻ നമ്മുടെ കൂടെ വരുമെന്ന് പറയാനുള്ള ഒരൊറ്റ ഗ്യാങ് അത് KVA മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കറൻ്റ്ലി. അതപ്പം അവരുടെ കൂട്ടത്തിൽ അവൈലബിൾ ആണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് അവൈലബിൾ ആണെങ്കിലും അടുത്തൊരു മൊമെന്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് KK ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിസ്റ്റർ എക്സിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങൾ 2 ടീമും വന്നു കഴിഞ്ഞാൽ വിൽ ബി ഹാവിങ് എ ആർമി. പ്രശ്നമില്ല. ബട്ട് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുന്നത് ഭയങ്കര റാൻഡം ആയിട്ടായിരിക്കും. അതെ അതെ. അതാണ് അടുത്ത പ്രശ്നം. ആൻഡ് കുഴപ്പമില്ല. എന്തായാലും ഞാൻ അടുത്തത് 1 by 1 ആയിട്ട് ഓരോ ഗ്യാങ്ങിനെ വിളിച്ചിട്ട് വിത്തിൻ എ വീക്ക് ഞാനിത് പേഴ്സണലി ഗ്യാങ് വൈസ് പറയും. ആഫ്റ്റർ ദാറ്റ് നമുക്കൊരു ഓൾ ഗ്യാങ് മീറ്റിംഗ് വിളിക്കാം. അതുപോലെ ഞാനൊരു നല്ല സജഷൻ പറയാനാണെങ്കിൽ മിസ്റ്റർ എക്സ്, ഗണ്ണിന്റെ സീരിയൽ നമ്പറിൽ ഗ്യാങ്ങിന്റെ ടാഗ് കൊണ്ടുവരാൻ പറ്റിയാൽ ഭയങ്കര ഈസി ആയിരിക്കും. അതായത് എക്സാമ്പിൾ ഇപ്പോൾ സീരിയൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നമ്പറിൽ വയസ്സിലാണെങ്കിൽ ഇപ്പോൾ ഓരോ ഗൺസിൻ്റെയും തുടക്കത്തിൽ ഇപ്പോൾ TVA, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി സീരിയൽ നമ്പർ, അതേപോലെ 1 2 3 നമ്പേഴ്സ്, അതുപോലെ എല്ലാ ഗാങ്സിനും അങ്ങനെ നിങ്ങളൊരു ഓരോ പെർട്ടിക്കുലർ കൺസൈൻമെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഈ സീരിയൽ നമ്പറിൽ ഇത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് ഈസിയാണ്. കാരണം ഇത് സിറ്റിസൺസിൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സീരിയൽ നമ്പർ വെച്ച് തന്നെ ഇത് ഏത് ഗ്യാങ്ങിൻ്റെ കയ്യിൽ നിന്നാണ് വെളിയിൽ പോയതെന്ന് അറിയാൻ ഈസി ആയിട്ട് പറ്റും. അവിടെ വേറെ കുഴപ്പമെന്ന് അറിയോ, കൺസ്യൂമന്റ് പീടി പിടിച്ചാൽ കറക്റ്റായിട്ട് ഫാമിലി തൂക്കും. അതൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതായത് സിറ്റിയിലെ പോലീസിനെ വെട്ടിച്ച് ഈ ഒരു കൺസൈൻമെന്റ് അകത്ത് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ ഗാങ്സിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതിലൊരു റിസ്ക് ഫാക്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓൾറെഡി അതൊരു റിസ്ക് എടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളെല്ലാവരും അത് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ റിസ്ക് മെയിൻ തിങ് ഇസ് ലൈക്ക് നമുക്ക് വല്ല കൺസൈൻമെന്റ് പീഡിക്കായി എത്തിച്ചു തരികയാണ്. വെദർ അത് പിടിച്ചോ ഇല്ല, പിടിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സ് ഗ്യാങ്സിന് ഗണ്ണ് കൊടുക്കുന്നു എന്നുള്ള വ്യൂ പോവാ. അല്ല, അന്ന് അങ്ങനെ വേണ്ട മിസ്റ്റർ എക്സും നമ്മൾ ഓരോ ഗാങ്സുമായിട്ടുള്ള ഇന്റിമേറ്റ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അതില് ഗ്യാങ്ങിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഡ് കൊടുക്കാമല്ലോ. ഇപ്പൊ TVAക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും KP CP YT TK എന്ന് പറഞ്ഞ് മിസ്റ്റർ എക്സിനും നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കോഡ്. സോ അത് ആകുമ്പോൾ നിങ്ങൾക്ക് പീടി പിടിച്ചാൽ പീടിക്ക് മനസ്സിലാവത്തില്ല ഇത് സീരിയൽ നമ്പറിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇൻ കേസ് അതൊരു സിറ്റിസൺസിന്റെ കയ്യിൽ നിന്ന് പിടിക്കുവാണെങ്കിൽ ഓക്കെ ഇത് ആരുടെ കയ്യിൽ നിന്നാണ് പോയെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സീരിയൽ നമ്പർ വെച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത് ആ ഒരു സാധനം സീരിയൽ നമ്പറിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നമുക്കിത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഓഫ് കോഴ്സ് ഐ വിൽ ട്രൈ ഓൺ ദാറ്റ്. നല്ല ഐഡിയ ആണ്. നോക്കട്ടെ, അതൊന്ന് പ്രാക്ടിക്കലി ഷാഡോവിങ് ആയിട്ട് നോക്കണം. കാര്യം നമുക്ക് ഒരു വീക്കിൽ 5 ദിവസം കൺസ്യൂമൻസ് ഉണ്ടല്ലോ. 5 ദിവസവും ഗൺസ് വന്നിറങ്ങുമ്പോൾ നോട്ട് ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ലെറ്റ് മീ ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഇപ്പം ഈവൻ നിങ്ങൾ ചെയ്തിട്ടല്ല പറയുന്നത്, ഐ എം നോട്ട് സേയിങ് ബിക്കോസ് ലൈക്ക് യു പീപ്പിൾ ഡൺ ഇറ്റ്. ബട്ട് ഏത് ഗ്യാങ് വിറ്റാലും അത് അവർക്ക് മണ്ടത്തരായിട്ടേ പറ്റുള്ളൂ. ബിക്കോസ് നാളെ ഗൺ ഷോപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഗണ്ണ് വിറ്റ് പോകില്ല.
ഐ മീൻ ഗ്യാങ്സ്. ഓക്കെ, ടി വി അല്ല പറയുന്നത്. അതെ, മനസ്സിലായി. ഇവൻ ഇപ്പൊ ടി വി ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഗൺ ഷോപ്പ് ഇപ്പോൾ നല്ല എമൗണ്ട് ഗൺ ഷോപ്പ് ഓപ്ഷൻ വിളിച്ചെടുത്താൽ പോലും അവിടെ ഗണ്ണ് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് സിറ്റിയിൽ ഗണ്ണ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി. ഇപ്പൊ അതിന് ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അതാണ് പ്രശ്നം. ആൻഡ് ദാറ്റ് ടു ലൈക്ക് നമ്മൾ നിങ്ങൾക്ക് തരുന്ന എമൗണ്ടും പുറത്ത് വിൽക്കുന്ന എമൗണ്ടും ഈസ് വേ ഡിഫറെന്റ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന്, അതായത് ഗണ്ണ് ആരുടെ കയ്യിന്നാ പോണേന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അക്സസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇപ്പം ഗൺ ഷോപ്സ് വരുവാണെങ്കിൽ ഗൺ ഷോപ്പിലേക്കും ഗൺസ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കൂലേ? ഓഫ് കോഴ്സ് ഇല്ലീഗൽ ഗൺസ് നമ്മൾ തന്നെ ആയിരിക്കും. ലീഗൽ ഗൺസ് ഗവൺമെന്റ് വഴി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു സീരിയൽ നമ്പേഴ്സ് കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് എന്നാലേ മാത്രമേ ആ ഒരു ഫ്ലോ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ വേറെ കേസ് ഉണ്ട്. അങ്ങനെ ലീഗൽ ഗൺ ഷോപ്പ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ പീഡിയായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വാറണ്ടൊക്കെ വന്ന് അറിഞ്ഞായിരുന്നല്ലോ അല്ലേ? ചന്ദ്രബോസിനെതിരെ ഓൾറെഡി ഒരു വാറണ്ട് ഉണ്ട്. നമ്മളുടെ അടുത്ത് ഫോഴ്സ്ഫുൾ ഏരിയ മേടിച്ചു അടുത്ത ഓപ്ഷനിൽ. അതെനിക്ക് മനസ്സിലായി കേക്കെ. പക്ഷെ വേറൊരു കാര്യം ഉണ്ടേ പറഞ്ഞല്ലേ കേക്കെ. കറണ്ട് പോയി. മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കും നിങ്ങളെ റെസ്പെക്ട് ഉണ്ട്. അതേപോലെ PD നമുക്ക് വേണ്ടി കാര്യങ്ങൾ സിറ്റിയിൽ ചെയ്തു തരുന്ന PD-യുടെ അടുത്തും നമുക്ക് അതുപോലെ റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അതിലെ കുറച്ച് ആൾക്കാരുടെ ബിഹേവിയറും സംസാര രീതിയും ഒന്നും ശരിയല്ല. അവര് എന്തോ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്യാങ് മെമ്പേഴ്സിനെ പോലെയാണ് ചില സമയത്ത് റിയാക്ട് ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത്. അവരുടെ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, സാർ എന്ന് വിളിക്കണം, ലൈക്ക് സിറ്റിസൺസിനോട് മര്യാദ ഒന്ന് സംസാരിക്കണം, അതൊന്നും അവരുടെ സൈഡിൽ ഒന്നും ഇല്ല. അത് കിട്ടാത്ത കുറച്ച് ആൾക്കാരാണ് ചന്ദ്രന്റെ കാര്യത്തിൽ ഇത്രയും പ്രഷറൈസ് ചെയ്തത് നിങ്ങളെ. മൈറ്റ് ബി ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് DOJ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മനസ്സിലായി. ഇല്ല, ഞങ്ങളത് നിങ്ങളുടെ അടുത്ത് ഒഫൻസീവ് ആയിട്ട് പറയണതല്ല. ബട്ട് സ്റ്റിൽ ചന്ദ്രനെ അവർ കൊണ്ടുപോകത്തില്ല സാറേ. നമ്മുടെ അടുത്തൊന്ന് എന്തായാലും ചന്ദ്രനെ കൊണ്ടുപോകത്തില്ല ഈ വട്ടം. ഇതിനു മുമ്പത്തെ അവൻ പിറപ്പ് കാണിച്ച എല്ലാത്തിലും PD-യിൽ നമ്മൾ കൊണ്ടുപോയി അവനെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം കൊണ്ടുപോവാണെങ്കിൽ നമ്മളെ മൊത്തം അടിച്ചിട്ടേ അവർ കൊണ്ടുപോകത്തുള്ളൂ. അല്ലാതെ ചന്ദ്രനെ ഈസി ആയിട്ട് ഈ വാറണ്ടിൽ കൊണ്ടുപോകത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ എന്തായാലും PD ഹെഡായിട്ടൊന്ന് മീറ്റിംഗ് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നടന്ന സംഭവം. കേക്ക് എന്തായാലും സംസാരിച്ചു. ഞങ്ങൾക്ക് അനാവശ്യ പ്രശ്നങ്ങൾ എന്തായാലും PD ആയിട്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ല. കേക്ക് ഒന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ സംസാരിച്ചു നോക്കാം അവരായിട്ടും. DOJ ആയിട്ടും ചീഫ് ജസ്റ്റിസ് ആയിട്ടും മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, സംതിങ് ഇൻ ബിറ്റ്വീൻ സം പേഴ്സണൽ ഇഷ്യൂസ് എന്നുള്ള കാര്യം പറയാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പേഴ്സണൽ ഇഷ്യൂസ് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ കൺവേർട്ട് ചെയ്യാം. കേക്കെ ഞങ്ങളുടെ ഗോഡ് ഫാദറിന് കേക്കെടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് വന്നത്. അല്ലല്ല, മനസ്സിലായി. സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല. വൺ മോർ തിങ്, മിസ്റ്റർ ജോക്കി അല്ലേ പേര് പറഞ്ഞേ? ജോക്കർ. ജോക്കർ. ഓക്കെ, ഒരു മിനിറ്റ്. വാസു, ലൈക്ക് നമ്മുടെ സിറ്റിയിലൊരു ടീം ഇപ്പോൾ ഒരു കോൺസേർട്ട് അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. മിസ്റ്റർ പൂമ്പാറ്റ ഗുണ്ട കേട്ടിട്ടുണ്ടാവും. പൂമ്പാറ്റ ഗുണ്ട ആൻഡ് തക്കുട് പൂച്ച. അതിപ്പോ സ്ഥിരം എനിക്ക് എന്റെ പാട്ട് വെട്ടിയാണ് ആണല്ലേ. അപ്പൊ അവര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു കൺസേർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് നല്ല പാട്ടുകാരൊക്കെ അറിയോ, മുട്ടിച്ചു തരാൻ പറ്റുമോ എന്ന് വെച്ചിരുന്നു. സോ ക്യാൻ ഐ ഗീവ് എ നമ്പർ? ഞാന് റെഡിയാണ് കേക്ക്. നിങ്ങളൊക്കെ പറയുമ്പോ പിന്നെ ഞാൻ ഉറപ്പായിട്ടും പാടാം. ഓക്കെ, അല്ല ജസ്റ്റ് നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10th നമ്മൾ ബിസിനസ് എല്ലാം ലോഞ്ച് ചെയ്യും. അപ്പൊ 15th ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു വലിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷുവർ. ഞാൻ ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യണം. അവര് അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ തോന്നുന്നു. ഐ ഡോണ്ട് നോ, ലൈക്ക് ഹാവ് മച്ച് കോണ്ടാക്ട്സ്. അത് ഞങ്ങൾ ഡീൽ ചെയ്ത് തരാം. ഞങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും.
ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇഷ്യൂ ഇല്ലല്ലോ ഇല്ല അല്ലേ? ഇല്ല ഇല്ല കുഴപ്പമില്ല കേക്ക്. നിങ്ങൾ എത്ര വലിയ ഗ്യാങ്ങിൻ്റെ ഒക്കെ ലീഡറായി നിൽക്കുമ്പോൾ നമ്പർ ലീക്ക് ഔട്ട് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ്. ഇല്ല നമ്പറൊക്കെ എല്ലാവർക്കും അറിയാം കേക്ക്. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അതെ, നമ്പർ വയ്ക്കുമ്പോൾ വാട്സാപ്പിലിട്ട പിന്നെ എല്ലാവരും കാണുമല്ലോ. അതെ അതാണ് അതല്ലേ. എല്ലാ പേജിൽ ഹായിട്ട വിളിച്ചത് എന്ന പ്രശ്നമുള്ളൂ. അതെ അതെ അതെ. ഇവിടെ വേറെ കുറെ പാട്ടുകാരുണ്ട് കേക്ക്. ഞാൻ സോർട്ട് ചെയ്ത് കൊടുക്കാം അവർക്ക്. ഞാൻ സംസാരിച്ചോളാം. കറണ്ട് വന്നു. സത്യം. ഇവിടെയും കറണ്ട് പോകില്ലേ? ഞാൻ വെച്ച് ഇവിടെ ഒന്നും കറണ്ട് പോകത്തില്ല. അല്ലല്ല, ഇവിടെ ഇടയ്ക്ക് കറണ്ട് പോകും, പണിക്കാരില്ലാത്തോണ്ടാ. ഇവിടെ LDF അല്ല ജോക്കി, കറണ്ട് പോകും. അല്ല, നിങ്ങൾ എന്താണ് ആ മുക്കി ഈ മുക്കി വന്ന് നിൽക്കുന്നത്? അവിടെ തന്നെ ഒരു സെറ്റപ്പ് ചെയ്തുകൂടി? എവിടെ? അല്ല, മറ്റേ അടുത്ത സിറ്റി തന്നെ ഒത്ത നടുക്കല്ല, കുറച്ച് മാറിയിട്ട്. ഇതൊരുമാതിരി കുറച്ച് ഭയങ്കര ദൂരം കൂടുതലാണ് സ്കില്ലുവ. ഇത് നമ്മൾ സിറ്റിന്ന് അവേ നിൽക്കണല്ലോ. നമ്മളെ സിറ്റിയിൽ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് പറഞ്ഞാൽ അറൗണ്ട് ഒരു 30 പമ്പ്സ് ആൻഡ് 17 ഷോപ്സ്, പിന്നെ ഒരു 12 ക്ലബ്സ്, അങ്ങനെ 10-80 ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിട്ടും PD ഹെഡൊക്കെ ആയിട്ടും ഭയങ്കര കോണ്ടാക്ട്. ഒരു എനി ടൈം അവരുടെ ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് 2 വരെ ചെല്ലാനുള്ള പെർമിഷൻസ് എനിക്കുണ്ട്. അവിടെ വെച്ച് നമ്മള് ഗണ്ണ് സംസാരിച്ച ലീക്ക് ചെയ്ത് പിന്നെ അവിടെ കളയണോ ഞാൻ? അതിപ്പോ നിങ്ങളെ ഈ അസോസിയേഷനിൽ ഈ 3, 2, 5, 6 പേരെ ഉള്ളൂ? അല്ല, ഇത് ആക്ച്വലി വളരെ ഒരു ഇന്റിമേറ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മള് ഇത് നമ്മുടെ ഷാഡോ വിങ് ആണ്. ആക്ച്വലി ഷാഡോ ടീംസ് ആണ്. ഷാഡോ ആണ് നമുക്ക് ഇല്ലീഗൽ ഡീൽസ് എല്ലാം ചെയ്യുന്നത്. മിസ്റ്റർ എക്സന്റ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. വി ഡു ബിസിനസ്സസ്. അതിൽ സെയിൽസ് ടീം ഉണ്ട്, മാർക്കറ്റിംഗ്, ന്യൂസ് വിങ്, പിന്നെ ലീഗൽ വിങ്, അങ്ങനെ ഒരുപാട് വിങ്സ് ഉണ്ട്. സിറ്റി മൊത്തം നിങ്ങളാണ്? ഓൾമോസ്റ്റ്. ഞാനൊരു കാര്യം കേജ് ഇനി വരില്ല. കേജ് ആക്ച്വലി കല്യാണം കഴിഞ്ഞ വഴിക്ക് പോയതാണ്. എന്റെ പൊന്ന് സോറി എന്റെ പൊന്ന് സുഹൃത്തെ, കേജുമായിട്ട് നമ്മള് ഭയങ്കര ആത്മബന്ധമായിരുന്നു, മനസ്സിലായോ? പുള്ളിയായിട്ട് ഇങ്ങനെയാണ് നോർമലി ആർപി ചെയ്യണത്. നിങ്ങളൊരു സാധനം അന്വേഷിക്കുമ്പോ എത്ര വട്ടം അതിനെ പറ്റി പറയേണ്ട വരും? പിന്നെ ഒരു വിവരമില്ല. പുള്ളി സിറ്റി വന്നിട്ട് ഒരു സാധനം അന്വേഷിക്കുമ്പോ എത്ര വട്ടം അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരും? മീറ്റിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കേജ് ആണോ വെറും തോന്നല. ലൈക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് ആർപികളൊക്കെ കണ്ടു നോക്കുക, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് എങ്ങനെയാണ് ഒരു ആർപി കളിക്കുന്നത്. ഇതിനെയാണ് ശരിക്കും ആർപി എന്ന് പറയണത്. ഇതിനെ അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി കണ്ടിന്യൂറ്റി ഉള്ള ഒരു സാധനമാണ് ശരിക്കും ആർപി. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അതാണ് ജോക്കി ഓർമ്മയില്ല എന്ന്. ജോക്കിക്ക് എന്നെ മട്ടൻ ബിരിയാണി കഴിക്കാൻ വിളിച്ചില്ല. ജോക്കിക്ക് മുട്ടുവേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു. അല്ല, കേക്ക് എന്താന്ന് വെച്ചാലേ ആ കേജുമായിട്ടുള്ള കുറച്ച് ഡീൽസ് ഉണ്ടായിരുന്നു. അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്താണ് വഴി? പിന്നെ ഒരു ദിവസം വന്ന് കണ്ട് സംസാരിച്ചാൽ മതിയോ? ഞാൻ കേജായിട്ടൊന്ന് പേഴ്സണലി ഒന്നുകൂടെയും സംസാരിച്ചു. ഞങ്ങൾക്കൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഷ്യൂനട്ട് ഫാക്ടറി ബാക്ക് ചെയ്യാൻ വേണ്ടി കേജ് ഓൾറെഡി നമ്മൾ എടുത്ത് ഞങ്ങൾ ആ സമയത്ത് എഗ്രിമെന്റ് ഒക്കെ ചെയ്യാൻ വളരെ ക്ലോസ് ആയിട്ടിരുന്ന സമയത്താണ് കേജിന്റെ കല്യാണം വരുന്നത്. അപ്പൊ കേജ് പിന്നെ അങ്ങനെ നമുക്ക് അത്ര ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലീഗലി റിട്ടേൺ ഡോക്യുമെന്റ്സിലേക്കൊന്നും അങ്ങൊന്നും പോയില്ല. കാരണം പുള്ളി കല്യാണം കഴിഞ്ഞ് ചില്ലായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തതാണ്. സോ കേജ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് എടുത്ത് ചൈനയിൽ നിന്ന് മെഷീനറീസ് ഒക്കെ വന്ന് ഓൾറെഡി ഇവിടെ നമ്മുടെ ഹാർബറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹാർബറിലെ പോർട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി വന്നിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഓൾറെഡി ഇപ്പോൾ സ്പെൻഡ് ആയിരുന്നു. അപ്പോൾ കേജ് ബാക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഒരു ഡീലിൽ. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഒന്ന് സംസാരിച്ചൊന്ന് ശരിയാക്കി തരണം. കാരണം നിങ്ങൾക്ക് ആ ബിസിനസ് അതൊരു അന്ന് നമ്മൾ സംസാരിച്ച് വെച്ചത് 10,000 CR ആയിരുന്നു. അതിലിപ്പോ ഏകദേശം ഞാനൊരു 3,000 CR അടുപ്പിച്ചുള്ള മെഷീനറീസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ, ബാക്കി ഞാൻ പണിത് തരാം. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇറക്കി കളിച്ചിട്ട് ഈ കേജ് ഇങ്ങനെ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്ന എന്തിനാന്ന് സീരിയസ്ലി മനസ്സിലായി. പുള്ളിക്ക് അത്ര വിഷമമായോ? അറിയാത്തോണ്ട് ചോദിക്കുവാന്നേ.
പുള്ളിക്ക് കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഡിപ്രഷൻ അടിച്ചത്. പിടിച്ചു കേട്ട കള്ളത്തിലോ ഭാര്യ ഇട്ടിട്ട് പോയല്ലോ പിന്നെന്തു ഇനി? അതുകൊണ്ടായിരിക്കും ഡിപ്രഷൻ അടിച്ചത്. ജോക്കി അതെന്ന് അല്ല, പറഞ്ഞാൽ അല്ല, കേജിന്റെ എന്തിനാണ് കല്യാണം കഴിഞ്ഞിട്ട് concentrate- വളരെ വളരെ ചുരുക്കം നാളായതേ ഉള്ളൂ. അപ്പൊ തന്നെ ഡിവോഴ്സിലേക്ക് പോകാന്ന് പറഞ്ഞ വെച്ചാൽ ഞാൻ വിളിച്ച പിറ്റേ ദിവസം തന്നെ ഡിവേഴ്സ് ആയി. ഓ, പൊതുവെ ഗണ്ണും മേടിച്ചാലും കല്യാണം കഴിച്ചാലും വിളിക്കാൻ പാടില്ലല്ലേ. അതെ. പക്ഷേ സത്യം പറഞ്ഞാൽ പുള്ളി ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിരിക്കും അല്ലേ, ആലോചിക്കാൻ പോലും വയ്യ. ഇത് ഭാര്യ പറ്റിച്ചിട്ട് പോയതാണോ അതോ? അറിയില്ല, ആക്ച്വലി പുള്ളി ആ കല്യാണം കഴിച്ച് പോയ പോക്കാ. പിന്നെ നമ്മളായിട്ടൊന്നും അതൊരു അറിവില്ല. നിങ്ങളെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലേ? ഇനി എന്തെങ്കിലും അങ്ങനെ അവിഹിതം അങ്ങനെ അല്ല എന്തെങ്കിലും ആണോ? കെ നമ്മൾ ഈ പ്രൊഫഷണൽ ബന്ധം വിട്ടിട്ട് കൂടുതൽ ഈ ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കുന്നത് കേജിന്റെ അടുത്തുള്ള ആത്മബന്ധം കൊണ്ടാ കേട്ടോ. ഇല്ല സി ലൈക്ക് ഞാനായിട്ടുള്ള മീറ്റിംഗിൽ അങ്ങനെ തന്നെയാണ് നോർമലി. ലൈക്ക് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മീറ്റിംഗ്, അത് പ്രശ്നമില്ല. ബട്ട് വാട്ട് ഹാപ്പൻ ഈസ് കുടുംബശ്രീ ആയിരുന്നു. കേസിൽ നമുക്കും ഒരു ഐഡിയ ഇല്ല. ആ കല്യാണത്തിന് സ്റ്റേജും കേജിലല്ലേ ഒരു കാമക്കടിയല്ലേ ഇതൊക്കെ പറഞ്ഞപ്പോ ഡിസ്കസ് ചെയ്യണല്ലേ? മെസ്സേജ്. പിന്നെ ജീവിതത്തിൽ അടി ഇങ്ങനെ സന്തോഷപൂർവ്വമായിട്ട് കൊടുക്കുമ്പോ കേജിനെ പറ്റി പക്ഷെ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് അത്രയ്ക്ക് നല്ലൊരു മതിപ്പുള്ളൊരു ഇതല്ല, സംസാരമല്ല മുതുക്കിലൊക്കെ. ആണോ? ഇനി അതുമല്ലോ അറിഞ്ഞിട്ടാണോ ഇനി വൈഫ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തതെന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കേജിനെ പറ്റി അങ്ങനെ കേജ് ആകെ മിണ്ടുന്നത് വളരെ റയറായിട്ടാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം, പുറത്തിറങ്ങിയിട്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം. അവരൊക്കെ ഫോൺ ത്രൂ ഉള്ള പരിപാടികളായിരിക്കും. അല്ല എന്താ പറയുക, കേജ് എന്ന് പറഞ്ഞ ആൾ എപ്പോഴും നടക്കുമ്പോൾ നമ്മുടെ ഗാർഡ്സും ടീമും കൂടെ എപ്പോഴും അതെ, ഉണ്ടാവും. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചിരിക്കണം കേട്ടോ, ഇപ്പൊ വരാവേ. ഓക്കെ. അതല്ല, എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, തോന്നിയിട്ടുള്ള കാര്യമാണ് കേജ് ഒരു ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആൻഡ് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല അത് അടുപ്പുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ആണല്ലേ? വെരി ക്ലോസ് ആയിട്ട് പുള്ളിക്ക് തോന്നിയാൽ മാത്രമേ പുള്ളി ഓപ്പൺ മൈൻഡ് ആവുള്ളൂ. ഓ, അപ്പൊ എന്റെ അടുത്ത് എന്നെ ഒരു കേജ് അപ്പൊ നല്ല ക്ലോസ് സർക്കിളിൽ കണ്ട ഒരാളായിട്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കും. ഉം. ഞാൻ നോർമലി ലൈക്ക് ഞാൻ ബിസിനസ്സും ഡീലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുക. കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീൽസ് ഉണ്ടെങ്കിൽ മാത്രം ഹാൻഡിൽ ചെയ്ത് അങ്ങനെ ഒരു ഞാൻ മാക്സിമം ഫ്രീ ആക്കി വിട്ടില്ലാണ് പുള്ളിനെ. ആണല്ലേ? ശരിക്കും ഈ മിസ്റ്റർ എക്സിന്റെ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് ആരാണ്? ഞങ്ങള് 3 ആൾക്കാരായിരുന്നു. Okay. കേജ് ആൻഡ് ജെ പി JP. ഒക്കെ മറന്നുപോയി കാണും. നിങ്ങൾ വന്ന സമയത്ത് കണ്ടത് ചുമന്ന മുടിയൊക്കെ വെച്ചിട്ട്. ഇപ്പൊ ഇല്ല, JP ഇല്ല. ജെ പി കേജിനെക്കാളും കഷ്ടമാണ് വന്നു. പക്ഷെ ഒരു കാര്യത്തില് എനിക്ക് കേജിന്റെ കാര്യം ഞാൻ കുറെ വട്ടം കേജിനെ ഉപദേശിച്ചു. കേജ് ഈസ് ആൻ ആൽക്കഹോളിക്. അയ്യോ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് വട്ടം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഞാൻ ഈ ആൽക്കഹോളൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കേജിനെ ഇത് ചെയ്യുന്നത്. കേജിനെ എപ്പോൾ കണ്ടാലും തെങ്ങുകൊലയിട്ട് വാറ്റിയത്, കശുവണ്ടി ഫാക്ടറിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കശുവണ്ടി ഇട്ട് വരെ വാറ്റി കൊടുക്കാൻ പറഞ്ഞു കേജി. എന്ത് പറഞ്ഞാലും അത് മദ്യത്തിലെത്തും ലാസ്റ്റ്. മദ്യത്തെത്തും. കേജിന്റെ ലോക്കറിലും കേജിന്റെ വണ്ടിയിലൊക്കെ എപ്പോഴും 2 കുപ്പി കാണുമല്ലേ? എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് നല്ല വാറ്റുണ്ട് പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ വാറിൽ നിൽക്കണ്. കേജിന് അത് ബാഡ് ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ വാറിൽ നിൽക്കണം. കേജ് അടിച്ച് കിണ്ടിയായിട്ട് എന്നെ വിളിച്ച് രാത്രി ഒരു ദിവസം. ഞാൻ ആ സമയത്ത് ഒരു വാറിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ കേജിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞ് ഇപ്പോൾ വരാൻ പറ്റില്ല, വാറിലാണ്. അന്നേരം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് വെച്ച്. പിന്നെ ഞാൻ കേജിനെ കണ്ടിട്ടില്ല ഇവിടെ. നിർത്തിയായിരുന്നു. നല്ലപോലെ സ്റ്റോപ്പ് ആയിരുന്നു. മീൻസ് ഒക്കേഷണലി അടിക്കും, അല്ലെങ്കിൽ എന്നും നൈറ്റ് അടിക്കുന്നല്ലാണ്ട് യൂഷ്വലി ഉള്ള അടി മാറ്റിയായിരുന്നു. മറ്റേത് ഓഫീസിൽ ലോക്കർ പോയി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കുണ്ടാവും കുപ്പിയും ഗ്ലാസ്. ആണല്ലേ? അപ്പൊ ഈ ഒബ്വിയസ്ലി നിങ്ങള് കേജിനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നോർമലി തന്നെ ഇത്രയും ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് ഒരു ഡിപ്രഷൻ ടൈമിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ചിലപ്പോൾ ഈ റൂമൊക്കെ കുത്തി തുറന്നാൽ പുള്ളി അകത്തിരുന്ന് വാറ്റുമായിരിക്കും. അതൊന്ന് ടേക്ക് കെയർ ചെയ്യണം കേജിന്റെ കാര്യത്തില്. കേജിന്റെ കേസിൽ വെച്ചാൽ കേജ് ഈസ് ഹൈഡിങ് ഔട്ട്. അതാണ് വേറെ പ്രശ്നം. നമുക്ക് കുറെ ലൊക്കേഷനിൽ ബിസിനസ് ഉള്ളവരനെ പുള്ളിക്കാരനത് എവിടെ നിന്നാണ് റെസ്പോണ്ട് ചെയ്യണം. ഇനി പുള്ളി വെള്ളം അടിച്ചതിന്റെ പുറത്ത് ആണോ ഈ അണ്ടിഫാക്ടറിയുടെ കാര്യം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേക്ക്. കാരണം ഞാൻ ചാൻസ് ഇല്ലാണ്ടില്ല. പക്ഷെ അങ്ങനെ പറയരുത് കേക്ക്. ഒരു 3000 CR ആണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേജ് ആയതുകൊണ്ട് കേജ് ചിലപ്പോൾ നല്ല മൂഡിലേക്ക് ഇരിക്കുമ്പോൾ കുറെ കാര്യം ഓഫർ ചെയ്യാറുണ്ട്. ആണല്ലേ? ഇവിടെ ഒരു ദിവസം നമ്മുടെ സ്റ്റാഫിനൊക്കെ പുള്ളി ചുമ്മാ 10 CR ഒക്കെ ഇൻസെന്റീവ് കൊടുക്കുന്ന പറഞ്ഞ ടീമാണ് പുള്ളി. ആണല്ലേ? 10 CR ഒരു 80 CR കാറും. അതെന്താ എനിക്ക് തോന്നുന്നു ഓണത്തിനോ സംതിങ്. എന്നിട്ട് പറ്റിച്ചല്ലേ ഇവരെ? 30 സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. 30 സ്റ്റാഫിന് 10 CR 80 CR വണ്ടി കൊടുക്കുമ്പോൾ ആലോചിക്കേ.
സ്പോട്ടിൽ ഞാൻ പറഞ്ഞു കേജെ ലോക്കൽ പൂട്ടി താക്കോൽ ഞാൻ കൊണ്ടുപോകും. അതെ, അന്ന് നമുക്ക് ബിസിനസ് ഇല്ലല്ലോ, പൈസ വേണ്ടേ. ഇപ്പൊ ബിസിനസ് എങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇപ്പൊ ഓപ്ഷൻ കഴിഞ്ഞാൽ നല്ല നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ആണല്ലേ, കുറെ കിട്ടിയല്ലേ? ഒബ്വിയസ്ലി യെസ്, കുറച്ചധികം കിട്ടി. അല്ല, കിട്ടിന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അതിന് ടാക്സ് ED ഒക്കെ വന്ന സിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ അധികം കാശും കൈവെക്കണ്ട കേട്ടോ. എന്തായാലും നമുക്ക് ഒന്ന് ഏൽപ്പിച്ചോ. അയ്യോ, നമ്മുടെ കയ്യിലൊക്കെ എന്തുണ്ടാവാനാ കേക്ക്. നമ്മുടെ കയ്യിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ പൈസക്ക് ജീവിക്കുന്നവരല്ലേ. நீங்க பேங்க்னா நாங்க ஏடிஎம் அത്ര ഉള്ളൂ. അതെ. இந்த ATMல காசு வரது எல்லாமே பேங்க்ல இருந்து தான். அதான் நீங்க கொடுத்தா ஓகே. അതെ அப்படியല്ല, എടുക്ക മാട്ടല്ലേ, കൊടുത്താൽ മട്ടുന്താ. അതെ അതെ, എടുക്കൂല, തന്നാ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെ കുഴപ്പമില്ല. നമുക്ക് ED ഒക്കെ വന്നാലേ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ സമാധാനം ഇല്ലല്ലേ അപ്പൊ? ഇല്ലല്ല, നമ്മൾക്ക് രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ഷൻ ഒക്കെ ചോദിച്ചു, വന്നോട്ടെന്നൊക്കെ ചോദിച്ചു. ആണല്ലേ? ഞങ്ങളുടെ ഇവിടെ ഇല്ല, കട പൂട്ടിന്ന് പറഞ്ഞു. ഇത് കേക്കയുടെ കാറാണോ? ദിസ് വൺ. നൈസ് വൺ. എനിക്ക് കുറച്ച് റയർ പീസ് ഓഫ് കാസ് ഉണ്ട്. എൻ്റെ ഉണ്ട് ഒരു സിറ്റിയിൽ ഒരു ആക്ച്വലി ഒരു 1 out of 1 ഒരു മസ്താങ്. ഞാൻ അടുത്തോട്ടം കേക്ക് കാണാൻ വരുമ്പോ കൊണ്ടുവരാം. എന്റെ ഒരു ബെൻസ് ഉണ്ട് 124. കുറച്ച് മോഡിഫൈഡ് ആണ്, സ്പോർട്ടിയാണ്, പക്ഷെ ക്ലാസിക് സ്പോർട്ടി. അതെ കേക്ക്, ഹലോ. വന്നു പറയൂ. കേജുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ കേട്ടോ. സെറ്റാക്കാം, എനിക്ക് സമയം. പിന്നെ കൊറേ പൈസ മുടക്കിയിട്ടുണ്ടെന്നേ പുള്ളി കല്യാണം കഴിച്ച് പെണ്ണും പിള്ള പിണങ്ങി പോയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോയേക്കാം. നമ്മുടെ പൈസ പോയില്ലേ? പൈസ അല്ല, കേജിന്റെ പോയ പൈസ അല്ലേ നമുക്ക് സെറ്റാക്കാം. കേജിന്റെ പോയ പൈസ അല്ല, എന്റെ കേജിലോട്ട് പോയ പൈസ. അതായത് 3000 CR ഞാൻ ജോക്കിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ച് മെഷീനറീസ് 3000 4850 കോടി. അല്ല, അത് ജോക്കി, ബാക്കി നമ്മൾ 1000 സംതിങ് ബിൽഡിങ്ങിന്റെ ആണ്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ 3000 കോടി. ഇതൊക്കെ ചുമ്മാ കിട്ടും എന്റെ പൊന്നു കേക്ക്. എത്ര പൈസ പോയേക്കുന്നത്, നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അല്ലേ. പുള്ളിക്കാരൻ പെണ്ണ് കിട്ടി, പെണ്ണ് പിണങ്ങി പോയിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിന് കേക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോക്കി? ഇപ്പൊ അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ജോക്കി? അല്ല, കേക്ക് ഒന്നും ചെയ്യണ്ട. അയ്യോ, കേക്ക് എന്തിനും ചെയ്യണോന്നല്ല, കേജിന്റെ അടുത്ത് കേജിന്റെ വിഷമം പറയത്തില്ലേ കേക്ക്? ഞാൻ പറ്റുന്ന പോലെ ഞാൻ മാക്സിമം പുള്ളിക്കാരനെ എങ്ങനെയും പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് തിരികെ കൊണ്ടുവന്ന വളരെ ഉപകാരപ്പെട്ടന്നെ. പൈസയാണേ കേക്ക്, അറിയാലോ എത്ര ബുദ്ധിമുട്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന്. എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ, പുള്ളി ഇല്ലാത്ത എനിക്ക് ഭയങ്കര ബാധ്യതയാ. എല്ലാ ബിസിനസ്സും നോക്കണം, എല്ലാ ബിസിനസ്സും ലീഗൽ ഇല്ലീഗൽ ന്യൂസ് ഇതെല്ലാം നോക്കണം. ഇത്രയും പേരുണ്ടല്ലോ, 1 6 5. ആ കുട്ടി കേജിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണോ? അല്ല, കേക്കയുടെ സോറി വിളിച്ച് മൈ മിസ്റ്റേക്ക്. കേക്കയുടെ അസിസ്റ്റന്റ് ആണോ? ഞാൻ ചിലപ്പോ അപ്പോയിന്റ് ചെയ്യും, എന്റെ ടെൻഷൻ കാരണം. ഏൽപ്പിക്കാൻ ഒരാളാണല്ലോ. കേക്കൊക്കെ മസ്റ്റായിട്ട് അങ്ങനെ ഒരാൾ വേണം. കേക്കൊക്കെ ആദ്യം പറഞ്ഞ വേണം. നമുക്ക് കൺമണി എന്ന് പറഞ്ഞിട്ട് കേക്ക് പിന്നെ ഈ പ്രത്യേകിച്ച് പെമ്പിള്ളേരായിട്ടുള്ള ഈ PM വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. വർഷങ്ങൾക്കൊക്കെ ശേഷം കേസുകളൊക്കെ വന്നു കഴിയും. എന്നെയാണോ ഒരുത്തി വെച്ചിട്ട് അവള് ഒരു 2 വർഷം കഴിഞ്ഞ് കേസുമായിട്ട് വന്ന് ഒരു കൊച്ചിനെയും കൊണ്ടുവന്നു, അത് എന്റെ ആണെന്ന് പറഞ്ഞു. ഈ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായി. നമ്മള് ഈ പെമ്പിള്ളാരെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വെക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അണ്ടി ഫാക്ടറിയിലെ കൺമണി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് വാസുവിന്റെ ഒരു മോളുമായിട്ട് നിന്നിട്ട് വാസുവിന്റെ മോളാണ്. കുറെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു, മനസ്സിലായോ? നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ ബന്ധം കീപ്പ് ചെയ്യുന്ന രീതിക്ക് ഒരാളെ വെക്കുക. നമുക്കറിയാലോ നമ്മുടെ കൊച്ചല്ലെന്ന്. കാരണം എന്തെങ്കിലും ഇങ്ങനെ നടന്നാലല്ലോ അതൊക്കെ വരുള്ളൂ. പിന്നെ അത് വന്നിട്ട് ലാസ്റ്റില് ഭീഷണിയൊക്കെ ആയിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഇപ്പോഴത്തെ എക്സ് ലവറായിട്ട് കല്യാണം ഒക്കെ ജോക്കി നടത്തി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ജോക്കിയുടെ അടുത്ത് പ്രസന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം. അപ്പൊ പെട്ടെന്ന് എന്തോ പേര് പറയല്ലേ, അല്ലല്ല അതല്ല, അത് കഴിഞ്ഞിട്ടുള്ള കുട്ടി ആദ്യമായിട്ടാണ് വാ തുറന്നത് സൂസന്റെ പേര് പറഞ്ഞപ്പോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര പ്രഷറാണ്. അപ്പൊ നോക്കിയും കണ്ടുമൊക്കെ വേണം ഈ ഫീമെയിൽ PA വെക്കാൻ. പഴയ PA വന്നിട്ട് വിളിക്കുന്നുണ്ട്.
അതും അത് പോയിന്റ് കേട്ടോ, എല്ലാ പെങ്കൊച്ചുകളും ഒരേപോലെ ഇല്ല കേട്ടോ. അല്ല എല്ലാരും ഒരേപോലെ അല്ല, എല്ലാവരും ഒരേപോലെ അല്ല. അങ്ങനല്ല നമ്മള് പറയുമ്പം ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നേ അല്ല കേക്ക്. ആ, മനസ്സിലായോ? ഞാൻ ഒരു ജസ്റ്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണല്ലോ. കേക്ക് എലിയായിട്ട് എങ്ങനെ ബന്ധം? ആയിരുന്നു. ഞാൻ എലി കേട്ടോ, ആ എലീനെ 2 വട്ടം വിളിച്ച് ചീത്ത വിളിച്ചായിരുന്നു, പിന്നെ എലീനെ വിളിച്ചില്ല. ആ, 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 ആ. എന്തിനാ വിളിച്ചേ? സ്കൂളിന്റെ സ്കൂൾ ഓപ്പൺ ആക്കാത്ത അങ്ങോട്ട് ഒരു മെസ്സേജ് രീതിയിലൊരു വീഡിയോ നമുക്ക് ഇപ്പൊ ഒരാള് ലീക്കാക്കി തന്നു, ഒന്ന് നോക്കൂ ഒസാമയുടെ. ഓക്കെ, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നോട്ടെ. എലീനെ സ്കൂളിന്റെ കേസിൽ ഞാൻ ഒന്ന് മീറ്റ് ചെയ്തതാണ്. ഹിറ്റ് റേഡിയോ കുത്താൻ കുറെ ഉം. ഹലോ എന്താടാ കേക്ക് എനിക്ക് ഞാനൊന്ന് റേഡിയോ കണക്ട് ചെയ്യണമായിരുന്നു, ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ആ, കാണിച്ചോളൂ. മുച്ചിരി ഇറക്കും എന്താ സിറ്റുവേഷൻ വല്ല ആയോ? ആരെവിടെ? ശരി, അടിന്ന് പറഞ്ഞ് കോള് വന്നു പിന്നെ എവിടെയാണ്? அதே மாதிரி இவனையும் யாரையோ கொண்டு எனக்கு சொல்றாங்க. அவன் பேர் என்ன? அம்பத்தூர் இது ரெஸ்டாரண்ட் வச்சு അല്ലല്ല, അമ്പത്തിലൂടെ കിടപ്പുണ്ട്. അമ്പത്തൂർക്ക് ഏതോ ആയിട്ടെന്ന് ചൊല്ലി ഫോൺ பண்ணாங்க. എടാ ഒന്ന് നോക്കിട്ട് പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് വരാം. കാണുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് നിങ്ങളുടെ വീഡിയോ ഇറങ്ങിയെന്ന്. ഒസാമയുടെ എന്ത് വീഡിയോ ആണ്? എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യോ? ഒസാമയുടെ വീഡിയോ ഒന്നും എനിക്ക് കാണണ്ട. ലൈക്ക് എന്താണ് സത്യം പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മിസ്റ്റർ എക്സ് പറയട്ടെ, സോറി മിസ്റ്റർ എക്സ് പറയട്ടെ, കേക്കേ ദർ എന്ന് പറയുന്ന ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ, സ്പൈ ഓപ്പറേഷൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പുതിയതായിട്ട്. മിസ്റ്റർ എക്സിന്റെ അടുത്ത് പറയുന്നതിന് ഇപ്പൊ എന്താ? വണ്ടി വർക്കാവൂല. മിസ്റ്റർ എക്സ് നമ്മുടെ മിസ്റ്റർ എക്സ് മറ്റേ സീക്രട്ടിന്റെ അങ്ങേറ്റല്ലേ, സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങേറ്റല്ലേ. മിസ്റ്റർ എക്സ് ഇപ്പൊ നമ്മളൊരു കാര്യം പറയുന്നത് പറഞ്ഞ അടുത്ത ആൾക്ക് പറയരുത് കേട്ടോ. കേക്ക് എനിക്ക് വന്നിട്ടില്ല കേട്ടോ, ഒന്ന് ഫോർവേഡ് ചെയ്യോ? സാർ എനിക്ക് തന്നെയാണ് തിരിച്ച് ഫോർവേഡ് ചെയ്യുന്നത്. മിസ്റ്റർ എക്സ് ആ കാര്യത്തിന് ഓപ്പറേഷൻ സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്, മനസ്സിലായോ? അത് അങ്ങനെ എന്തോന്ന് പറയുന്നേ, അത് നമ്മുടെ പയ്യൻ ആണ് നിക്കുന്നുണ്ടോ അവിടെ തിരിഞ്ഞിരിക്കുന്നേ, പയ്യനാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ ഇറങ്ങുന്നത്. അത് കുറച്ച് മറ്റേ എന്തോന്ന് പറഞ്ഞു, കുറച്ച് ഡീപ്പായിട്ടുള്ള പരിപാടിയാണ് അത്. മിസ്റ്റർ എക്സിന്റെ അടുത്ത് പയ്യെ പറയാം. അതിൽ ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരാം, നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം. വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ സംസാരിക്കാൻ അത്ര കാര്യമൊന്നും ഇല്ല, ഒരു ഫോണിൽ സംസാരിക്കുന്ന കാര്യമുള്ളൂ. പിന്നെ പറഞ്ഞുകൊണ്ട് മിസ്റ്റർ എക്സ് നമുക്ക് വരാം. കേക്ക് ഒരു ദിവസം എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് വരണം. നിങ്ങൾ പുറത്തും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നേ? എങ്ങനെ? അല്ലെ ഈ കോട്ടൊക്കെ ഇട്ട് കേക്ക് എന്നുള്ള രീതിക്ക് പുറത്ത് പോകുമ്പോ ഞാൻ കേക്കാന്ന് പറയാറ്. പിന്നെന്താണ് പറയുന്നത്? ഓ, പുറത്തിറങ്ങിയ അകത്ത് മാത്രമേ ഉള്ളൂ സംസാരം. പേര് പറയില്ല. അല്ല ജോക്കി, ഇവിടുത്തെ സിറ്റിസൺസിന് ആക്ച്വലി ഈ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. നമ്മൾ കേക്കെന്ന് പറയുമ്പോ കുറെ ആൾക്കാർ ഓടിപ്പോവും, നിക്കില്ല, മിണ്ടി കഴിഞ്ഞ പ്രശ്നമായിട്ട് മാറിപ്പോവും. അപ്പൊ ഞാൻ കുര്യാച്ചെന്നോ അല്ലെങ്കിൽ കടുവെന്നല്ലോ പറയും. അപ്പൊ കേക്ക് ഞങ്ങള് ഒരു ഗ്യാങ്ങിലെ ഒരു ചെറിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ എന്തോ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഒന്ന് പോണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേക്ക് എന്നെ ഡയറക്റ്റ് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഓക്കെ അപ്പൊ കാണാൻ പറ്റുമോ? നമ്പർ ഒന്നും ഷെയർ ചെയ്യത്തില്ലല്ലോ അല്ലേ? എന്റെ നമ്പർ ഷെയർ ചെയ്യാറുള്ളൂ. മിസ്റ്റർ എക്സ് സിറ്റിയിൽ ആദ്യമായിട്ട് വന്നിട്ട് കടുവക്കുരി അപ്പഴത്തേക്ക് ഷെയർ ഞാനിപ്പോ എങ്ങനെ ഒന്ന് ഷെയർ എന്താ അയാളുടെ പേരെന്താന്ന് പറഞ്ഞേ? ബ്ലാക്ക് ബെൽറ്റ് സലീം. ഈ ഒസാമയുടെ ഗണ്ടിയിൽ നടത്തുന്ന പുള്ളിയാന്നുള്ള രീതിയിൽ ഇപ്പം ഇൻഫർമേഷൻ. ബ്ലാക്ക് ബെൽറ്റ് സലീമോ? അതെ, ആളാണ്. ഓക്കെ പേരൊന്ന് നോട്ട് ചെയ്തേ. ബ്ലാക്ക് ബെൽറ്റ് സലീം அவங்க ஓபன் பண்ணனும்னு நினைக்கிறேன். ஓபன் பண்ணனும். ഇത് ഓപ്പൺ ആവുന്നില്ലല്ലോ കേക്ക്. ഓപ്പൺ ആയില്ല.
ചിലപ്പോ വണ്ടി അടുത്തുണ്ടെന്ന് ഓപ്പൺ ആവും. വണ്ടി ഒന്ന് കൊണ്ടുവരുമോ? ഓപ്പൺ ആണോ? ഇല്ല, ഞങ്ങക്ക് എല്ലാവർക്കും ക്ലോസ്ഡാ. നമ്മുടെ വണ്ടി ആരും എടുത്തോണ്ട് ആരാന്നറിയോ മുഷിനെ കൊന്നേ? അപ്പാപ്പനാ? ഞാൻ അപ്പാപ്പനല്ല. എടാ എന്തായി? പൊക്കി നമ്മള് പൊക്കി